KPSC ലളിതയെക്കുറിച്ച് നിറം പിടിപ്പിച്ച ഒരുപാട് കഥകൾ നമ്മൾ പലപ്പോഴായിട്ടും കേട്ടിട്ടുണ്ട്. അവർ അപ്പുറത്ത് നിൽക്കുന്നയാൾ തന്നെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും ചിന്തിക്കുമോ പറയുമോ എന്നൊന്നും ചിന്തിക്കാതെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിർഭയമായി സത്യസന്ധമായി മുഖത്ത് നോക്കി പറയുന്ന ഒരു പ്രകൃതക്കാരിയുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാലത്ത് സിനിമയിലെ വലിയ മഹാനായിട്ട് ആളുകൾ വിചാരിച്ചിരുന്ന അടൂർ ഭാസി തന്നെ പ്രാപിക്കാനായിട്ട് ശ്രമിച്ചതും വീട്ടിൽ വന്ന് ശല്യം ചെയ്തതും നിന്നു കൊടുക്കാത്തതിന് സിനിമയിലെ അവസരങ്ങളൊക്കെ തട്ടിക്കളഞ്ഞതായ കഥകൾ അവർ വളരെ വേദനയോടെ തുറന്നു പറഞ്ഞത്. അതുപോലെ KPSC ലളിതയുടെ മറ്റൊരു തുറന്നു പറച്ചിലാണ് തൻ്റെ വിവാഹത്തിന് ശേഷവും തൻ്റെ ഭർത്താവും ശ്രീവിദ്യയുമായിട്ട് അതിര് കടന്ന അടുപ്പം തുടർന്നുകൊണ്ടേ പോയതും അതുമായിട്ട് ബന്ധപ്പെട്ട് താൻ കടന്നുപോയ മാനസിക സംഘർഷങ്ങളുമൊക്കെ. എന്നാൽ ഇതുവരെ ആരും പറയാത്തൊരു കാര്യമാണ് മഞ്ജുഷ കോലോത്ത് എന്ന നടി പറയുന്നത്. തൻ്റെ കുറ്റം മാത്രം നോക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ട് അമ്മായിമ്മമാരെ പോലെ തൻ്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയ അല്ലെങ്കിൽ കുറ്റം മാത്രം നോക്കി നടന്ന ഒരു സ്ത്രീയാണ് KPSC ലളിത എന്ന്. അയ്യോ, ഈ തുറന്നു പറച്ചിൽ സത്യത്തിൽ നമ്മളെയൊക്കെ അങ്ങ് ഞെട്ടിച്ച് കളഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിറകിലുള്ള കാരണം എന്താണെന്നുകൂടെ നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. ഒരു കാലത്ത് നിരവധി സിനിമകളിലൂടെ മലയാളികൾക്ക് പരിചിതയായ നടിയാണ് മഞ്ജുഷ കോലോത്ത്. 2006 സത്യൻ അന്തിക്കാടിൻ്റെ രസതന്ത്രം എന്ന സിനിമയിലൂടെയാണ് മഞ്ജു തൻ്റെ കരിയർ ആരംഭിക്കുന്നത്. അതിൽ മോഹൻലാലിൻ്റെ സഹോദരിയുടെ ഒരു വേഷമാണ് ഇവർ കൈകാര്യം ചെയ്തത്. പിന്നീട് നിരവധി ചിത്രങ്ങളിലെ ചെറിയ ചെറിയ വേഷങ്ങൾ ഇവർ ചെയ്തു. കൂടുതലും സത്യൻ അന്തിക്കാടിൻ്റെ ചിത്രങ്ങളിലാണ് മഞ്ജുഷ അഭിനയിച്ചത്. അപ്പോൾ പാപ്പി അപ്പച്ച എന്ന സിനിമയിൽ അഭിനയിച്ചതിനെക്കുറിച്ചാണ് നടി സംസാരിക്കുന്നത്. അപ്പോൾ ആ സിനിമ ചെയ്യുന്ന സമയത്ത് KPSC ലളിത താൻ ചെയ്യുന്ന തെറ്റുകൾ മാത്രം നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും മണ്ടത്തരമായിരുന്നു. അതേ, ശുദ്ധ മണ്ടത്തരം എന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു സീന് താൻ തെറ്റിച്ചപ്പോൾ എല്ലാവരും ചിരിച്ചു. അപ്പോൾ KPSC ലളിത നേരെ വന്നിട്ട് ഇടി നീ മന്ദബുദ്ധിയാണോ എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിലെ യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവളുടെ സഹോദരനായിട്ട് അഭിനയിക്കുന്ന ദിലീപിന് വീട്ടിൽ ആരും അറിയാതെ പലഹാരങ്ങളെല്ലാം കുടയിൽ ഒളിപ്പിച്ച് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സീനിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പം അതെടുക്കുന്നതിന് മുന്നേ എല്ലാവരും പറഞ്ഞു ലളിത ചേച്ചി പലഹാരം എല്ലാം പാത്രത്തിലാക്കും, അതെല്ലാം എടുത്ത് കുടയുടെ ഉള്ളിൽ വെച്ചിട്ട് വേണം പോകാൻ. എന്നാൽ ഈ മഞ്ജുഷ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. കാരണം അവരുടെ പ്രായം അന്ന് വളരെ ചെറുതാണ്. മാത്രമല്ല പോരാത്തന്നെ ടെൻഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണും. എന്തായാലും ഇവർ പാത്രം എടുത്തു വെക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് കണ്ട പലഹാരം എല്ലാവരുടെ കുടയിലോട്ടിട്ടു. എന്നിട്ട് കുടയൊക്കെ കഷത്ത് പിടിച്ച് കാണാൻ പോയി എങ്ങനെയിരിക്കും. അത് കണ്ടത് എല്ലാവരും കൂടെ ഇവരെ ഒരു ആബ്സെൻറ്റ് മൈൻഡാണ്, പറഞ്ഞൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, ഇതെന്തൊരു പോക്കാണെന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ നിന്ന് കളിയാക്കി ചിരിച്ചു. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരുന്ന KPSC ലളിതയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അവർ ചോദിച്ചു, നീ എന്താ മന്ദബുദ്ധിയാണോ, നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞതല്ലേ എന്ന്. അതായത് KPSC ലളിതയെ പോലെ ഒരു മുതിർന്ന നടിയുടെ സഹായവും ശ്രദ്ധയൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ആ സീന് മനോഹരമായിട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. സമാനമായ രീതിയിൽ ഉർവശി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിൽ വന്ന വ്യക്തിയാണ് ഉർവശി. അപ്പോൾ സിനിമയുടെ ഓരോ ഷൂട്ടിങ്ങിനൊക്കെ ഇടയിൽ താൻ എന്ത് കഴിക്കണം, എങ്ങനെ ഇരിക്കണം, ആരോട് സംസാരിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് തൻ്റെ അമ്മയില്ല തൻ്റെ കുറവ് പരിഹരിച്ചിരുന്ന KPSC ലളിതയാണെന്ന്. കൃത്യമായിട്ട് നിയന്ത്രണങ്ങൾ വയ്ക്കുക, അതുപോലെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കഴിച്ചോന്ന് ശ്രദ്ധിക്കുക, എന്തൊക്കെ സാധനമാണ് കഴിക്കുന്നത്, ടേബിൾ മാനേഴ്സ്, ആളുകളോട് ഇടപെടുന്ന കാര്യം, തമാശയൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു സ്വഭാവം ഉർവശിക്കുണ്ടെങ്കിലും ആരോടാണ് ഇല്ലെങ്കിൽ മുഖം നോക്കാതെയൊക്കെ തമാശ പറയുന്ന ഒരു രീതി ഉർവശിക്കുണ്ട്. അല്ലെങ്കിൽ കുട്ടിക്കളിയിൽ ഇങ്ങനെ കാര്യമായിട്ട് നടക്കുന്ന ഒരു കാര്യം. ഉർവശി എപ്പോഴും പ്രൊവോക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ജയറാമും പണ്ടത്തെ മുരളി. അപ്പോൾ മുരളീനെ ഇടയ്ക്കിടയ്ക്ക് അനാവശ്യമായിട്ട് പ്രൊവോക്ക് ചെയ്ത് തല്ലിഷ്ടം പോലെ വാങ്ങിക്കൂട്ടുന്ന അല്ലെങ്കിൽ വഴക്ക് കേൾക്കുന്ന ഒരു ഹോബിയായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തിയായിരുന്നു ഉർവശി എന്ന് നമുക്കറിയാം. ഇങ്ങനെ സ്ഥാനം നോക്കാതെ അല്ലെങ്കിൽ അസ്ഥാനത്ത് തമാശ പറയുക, ആളുകളെ പ്രൊവോക്ക് ചെയ്യുക, ഇതൊക്കെ ഹരമാണെങ്കിൽ പോലും മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ആളും തരവും നോക്കി പെരുമാറണം, അല്ലെങ്കിൽ തിലകൻ ചേട്ടനെ പോലെ മുതിർന്ന ആളുകളോടൊക്കെ എങ്ങനെ വേണം പെരുമാറാൻ, ഇല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ
ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരമ്മയെപ്പോലെ കൊണ്ടു നടന്ന വ്യക്തിയാണ് എന്ന ഉർവശിയും നന്ദിയോടെ ഓർമ്മിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ മഞ്ജു പറയുന്നത്. അതുപോലെ മഞ്ജു പത്രോസൊക്കെ പറയാറുണ്ട്, അവർക്കൊക്കെ പലപ്പോഴും ഒരു അമ്മയുടെ കുറവ് സിനിമയിൽ എപ്പോഴും പരിഹരിച്ചിരുന്ന വ്യക്തിയാണ് എന്ന്. ഈ വാക്കുകൾ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് മഞ്ജുഷ കോലോത്തും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ദേഷ്യത്തിൻ്റെ പുറകിലും വഴക്കിൻ്റെയൊക്കെ പുറകിലും മാതൃസഹജമായ ഒരു ശ്രദ്ധ. പുതിയതായിട്ട് കടന്നു വരുന്ന പെൺകുട്ടികൾ സിനിമയിൽ മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ സ്വന്തം മക്കളെ പോലെ ഈ കുട്ടിക്ക് പ്രായം ഇത്രയേ ഉള്ളൂ, ഇവളിങ്ങനെയൊക്കെ കാണിക്കും എന്നൊക്കെ മനസ്സിലാക്കി വളരെ വിവേകത്തോടെ സഹതണിമാരെ ചേർത്ത് നിർത്തി അവരെയും വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച ആ അമ്മ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്.